പ്രിയപ്പെട്ടവരെ, ഉത്തമ സ്നേഹത്തിന്റെ മകുടോദാഹരണമായി മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പ്രേമകാവ്യമാണ് രമണൻ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടു മലാലേ. ഒന്നാവണത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടു മലാലേ. ആനനക്കായയിലാറുമേകാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. ഞാനും വരട്ടെയോ നിന്നെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. പ്രേമനൈരാശ്യം മൂലം നായകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. രമണന്റെ മരണവും അതേ തുടർന്നുള്ള അന്വേഷണവും അല്പം ഹാസ്യം ചേർത്ത് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചാലും. ആരാണപ്പ ഈ വെളുപ്പിന് മൊബൈലിൽ വിളിക്കുന്നത്? ഈ കൊണ്ടാണ്ട് എവിടെ പോയി കിടക്കുന്നു? അള്ളാച്ച് പോച്ചുകൂടി കിടക്കണല്ലേ. നോക്കിയാണെങ്കിലും ചെലപ്പോ നോക്കിയാ കാണില്ല. അസ്സലാമലൈക്കും. ഇത് ഞമ്മളാണ്. ആരാണെന്നാ ഞമ്മളെ കടയിലേക്ക് വിളിച്ച് ഞമ്മളാരാണെന്ന് ചോദിക്കുന്നത്? ഇജ്ജേതാ ഹിമാറെ? പടച്ചോനെ, പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്ന ഞമ്മളറിഞ്ഞില്ലേട്ടാ. മാപ്പാക്കണ സാറേ. അതെ, ഇത്തൽമല് സുലൈമാനാണ്. ഞമ്മള് കടയിലുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ടാ? CBI വന്നോളി. അള്ളാന്റെ റബ്ബേ, ഇതെന്തൊരു മുസീബത്താണ്. ആ പഹയെ മരിച്ചിട്ട് 12 കേസ് CBIന്റെ കൈമിൽ കിട്ടിയേക്കണ്. ആരാണ് ഇപ്പൊ ഇത് കുത്തിപ്പൊക്കിയത്? ശുക്കൂറേ, എടാ ശുക്കൂറേ, സുലൈമാനിക്ക വിളിച്ച തൊണ്ട പൊള്ളിയാറായി. ഇജ്ജ് എവിടെ പോയി കിടക്കാണ്? എരുമക്ക് പിണ്ണാക്ക് കളിക്ക് കൊടുക്കതിന്. ഒരെരുമക്ക് വേറൊരു എരുമ പെണ്ണാക്ക് കളിക്ക് കൊടുക്കണ? ഇജ്ജ് കഥ വല്ലതും അറിയണുണ്ടാ? ഏത് സിനിമന്റെ മുതലാളി? മമ്മൂക്കന്റെ?
എന്റെ അപ്പൂപ്പാന്റെ. എടാ തൂങ്ങിച്ചത്തൊരു രമണനെ എനക്കറിയോ? കഴിഞ്ഞ ആഴ്ച തൂങ്ങിയതാണാ? ബാങ്കിലെ കടം ജപ്തിക്ക് വന്നപ്പോ ഉടുതുണിരിഞ്ഞു തൂങ്ങിയ കോവാളിനാണോ മുതലാളി? അത് കഴിഞ്ഞ ബുധനാഴ്ച. ഇത് 1900 ആഴ്ചക്ക് മുമ്പ് കൈമിലൊരു ഓടക്കൊയിലും പിടിച്ച് കണ്ട ഹിപ്പിയോള ജയിലിക്ക് മുടി നീട്ടി 5-5.5 അടി പൊക്കള്ള മനുഷ്യൻ. ഓന് ബാങ്കിൽ നിന്ന് കടമെടുത്തിരുന്ന? ഓൻ ബാങ്കിൽ നിന്നല്ല കടം മേടിച്ചത്, മനസ്സിലായ? ഇപ്പ പിടിയിട്ട്. എന്താ എനിക്ക് പിടിയിട്ടത്? നിങ്ങൾ പറഞ്ഞ ഞമ്മളെ ബാപ്പാനെ പറ്റിയല്ലേ? എടാ പോത്തെ, 12 കൊല്ലം മുമ്പ് എന്റെ ബാപ്പ മജ്ജത്തായെങ്കിൽ പിന്നെ ഇജ്ജ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്ടാ? ഞമ്മള് പറയണത് എടപ്പള്ളിക്കാരെ രമണ മാഷെ പറ്റിയാണ്ടാ. ഇപ്പ പുടി കിട്ടി. എന്നെയും സോറാബിനെയും കണക്ക് പഠിപ്പിക്കണ മാഷ് രാമൻ മാഷ്. അതെന്റെ ബാപ്പാന്റെ ബാപ്പ. എടാ പറഞ്ഞോടാ, കയ്യിലൊരു ഓടക്കൊയിലും പിടിച്ച് ആട്ടിനെ മേച്ച് ആ ചന്ദ്രികേന്റെ പിന്നാലെ പാട്ടും പാടി മണപ്പിച്ച് നടന്ന ഒരു രമണ മാഷിന്റെ കാര്യ ഞമ്മളീ പറയണത്, മനസ്സിലായ? അങ്ങനെ പറ. ഇപ്പ പുടി കിട്ടി. അപ്പ എനക്ക് അറിയാല്ലേ, കണക്കായി. CBI എന്റെ സൗസർ ഊരിച്ചു തന്നെ. അതിന് നമ്മള് സൗസർ ഇടാറില്ലല്ല. എടാ പൂത്തി വെച്ച കേസൊക്കെ തോണ്ടിയെടുക്കണ പോലീസില്ലേ, നെറ്റിമിൽ കുറി തൊട്ട് തൊപ്പി വെക്കാത്ത മമ്മൂട്ടി പോലീസ്, ഓലി നമ്മളെ കടയിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പൊ മുതലാളിയുടെ ചീട്ട് കേറി തന്നെ. ആരായി കടയുടെ ഓണർ? ഞാൻ ചോദ്യങ്ങൾ ആവർത്തിച്ച് സമയം കളയാറില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2, ആരാ സുലൈമാൻ? അത് ഞമ്മളാണ്. നിങ്ങളല്ലേ ഈ കടയുടെ ഉടമസ്ഥൻ? അതെ, ഞമ്മളാണ്. അപ്പൊ പിന്നെ ആദ്യം ഉണ്ടായിരുന്നത്? ഞമ്മക്ക് എഴുത്തും വായന അറിയില്ല, ഇംഗ്ലീഷും പൊടിയില്ല. ഈ കട തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇതിപ്പോ ഒരു വർഷമായി. വാട്ട് യു മീൻ? മീൻകറി അടുപ്പുമ്പിലാണ്, കുറച്ച് പുളി വീഞ്ഞ് ഇപ്പൊ ഇറക്കി തരാം. യു ഇഡിയറ്റ്. ഇടിയപ്പ എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാക്കും. പുട്ടിനാണ് ഇവിടെ ഡിമാൻഡ്. ചാക്കോ, carry on. സാറ് ചോദിച്ചത് മനസ്സിലായില്ലേ? ഈ ചായക്കട തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന്? അതിനുള്ള ഉത്തരാണ് നമ്മൾ പറഞ്ഞത്. തുലാവർഷത്തിലെ കാറ്റും മൈയും ഉരുൾപൊട്ടലും കഴിക്കുമ്പോ ഇവിടെ തറ മാത്രം ഉണ്ടാവും. അപ്പൊ നമ്മള് പുതിയത് വെച്ചിട്ടു. ഈ ചെൽക്കിപ്പോ നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ തുലാത്തക്ക് ഒരു വർഷാവും. ഇപ്പൊ പൊടിയിട്ടിയ സാറിന് പൊടിയിട്ടുകല്ല. ഏത് ഇതിനകത്ത് എന്തരടേ ഒരു നാറ്റം? അതല്ലേ നമ്മൾ പുറത്തിറങ്ങി നിൽക്കണത്. ഇവിടെ കുടിക്കാൻ എന്താടേ ഉള്ളത്? നമ്മൾ ഉസാറായിട്ടൊരു ചായ എടുക്കാം. അതിന് മുതലാളി പാലും പഞ്ചാരില്ല. ജമുണ്ടരുത്. അപ്പൊ സാറേ 3 ചായ എടുക്കട്ടെ. തടുത്തത് എന്തരക്കല്ലോ ഉണ്ടോ തല്ലാടേ ചോദിച്ചത്? അതാണ് നമ്മൾ ചായ എടുക്കാന്ന് പറഞ്ഞത്. അതിന് മുതലാളി അടുപ്പ് കത്തിച്ചിട്ടില്ല, സമാവറിലും വെള്ളം ഒഴിച്ചിട്ടില്ല. ജമുണ്ടരുത്. ചായ വേണ്ട, കടിക്കണതെന്താ ഉള്ളത്? ബെഞ്ചമിൻ ഇരുന്നാ മൂട്ടടിക്കും, പുറത്തു നിന്നാ കൊതു അടിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏത് കടിയാ വേണ്ടത് പറഞ്ഞോളി. What is of this blah blah blah? Is it a part of investigation? Shame. അല്ല സാർ, ചായക്കടക്കാരനാവുമ്പോ അവിടം തൊട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ടാ. ശരി ശരി, ചായ കടി ഒന്നും വേണ്ടടേ. വലിക്കാൻ എന്താ ഉള്ളത്? അതിന് നമ്മൾ ബലിവണ്ടി കൊണ്ടുവരാം. ജമുണ്ടരുത്. കൈവണ്ടി മതിയാവോ സാറേ? അതല്ലടേ ഉദ്ദേശിച്ചത്, പുകയ്ക്കായി. ഇപ്പൊ പൊടിയിട്ട് പോക്കാൻ സാമ്രാണിയും കുന്തിരിക്കൊണ്ട് ഓരോ പ്ലേറ്റ് എടുക്കട്ടെ. Will you please stop this nonsense? അല്ലാണ്ട് പിന്നെ. മിസ്റ്റർ സുലൈമാൻ, രമണനെ താങ്കൾക്ക് എത്ര വർഷമായിട്ട് അറിയാമായിരുന്നു? ഓൻ കോണെടുത്ത് നടക്കുമ്പോ തൊട്ട് ഞമ്മക്കറിയാ സാറേ. കയ്യിലൊരു വെടിയും പിടിച്ച് കുറെ ആടുകളെയും തെളിച്ച് ഒരു കീറക്കോണെടുത്ത് എലുമ്പിച്ച ഒരു ചെക്കനായിരുന്നു ഈ മരണൻ. ഭരണനല്ല, രമണൻ. ഇപ്പൊ ഓൻ മരിച്ചില്ലേ? രമണൻ വലുതായതിൽ പിന്നെ താങ്കൾക്കറിയാമായിരുന്നു? ഇത് നല്ല ചോദ്യം.
നമ്മളെ കടയിലെ പരിപ്പടി ഉണ്ടപ്പോരി നിന്നല്ലേ ഓം വലുതായത്. ആ പിന്നെ ഒരു കാര്യമുണ്ട്, ഇഷ്ടം പോലെ ആട്ടും പാലും കുടിക്കും. സാഹിബിന്റെ കടയിലേക്ക് ദിവസവും പാല് തന്നിരുന്നത് ഭരിച്ച രമണനല്ലേ? ഇയാൾ എന്ത് പോലീസാണ് പാപ്പ? മരിച്ച മനുഷ്യൻ പാലും കൊണ്ടുവരുമോ? അതല്ല, മരിക്കുന്നതിന് മുൻപുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറയ്, ഓൻ തന്നെ. പാലിന്റെ പറ്റുകാശിനെ സംബന്ധിച്ച് നിങ്ങൾ തമ്മിൽ തർക്കം നടന്നില്ലേ? എങ്ങനെ 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 ഞമ്മള് തമ്മിൽ ഭയക്കുണ്ടായിരുന്ന, എന്നിട്ട് ഞാൻ ഓനൊക്കെ ഒന്ന് കെട്ടി തൂക്കിന്ന. നിങ്ങളാള് മോശല്ലല്ല, നിങ്ങളാ മമ്മൂട്ടി പോലീസ്. അതിരിക്കട്ടെ, തൂങ്ങി നിൽക്കുന്നത് ആരാണ് ആദ്യം കണ്ടത്? അല്ലാണ്ട് പടച്ചോനെ, ഞമ്മളല്ല. ഇജ്ജുമിണ്ടരുത്. തൂങ്ങിക്കണ ആദ്യം കണ്ടത് ഞമ്മന്റെ കെട്ടിയോളാണ്. അതല്ലടേ, ശവം ശവം. അത് ഞമ്മളാണ്. തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്തത്? ഞമ്മള് തൂക്ക ശരിയാണോ നോക്കി. നോക്കിയപ്പോ കുഴപ്പമില്ല. ചന്തയെന്ന് വാങ്ങിയ പുതിയ കയറ്, ആന പിടിച്ച പൊട്ടൂല. യെസ്, there you are. Not the point. ആ കയർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ he will not attempt for a suicide. രമണന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നതായി താങ്കൾക്കറിയാമോ? ഓനെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണുണ്ടായിന്. ഓന്റെ കുസിലായിന്. തമാമല് പേര് ഇഷ്ടായിന്. എന്തായിരുന്നു ആ സ്ത്രീയുടെ പേര്? ചന്ദ്രി എന്നാണ് ഓൻ വിളിച്ചിരുന്നത്. യെസ്, ഷീ ഈസ് ദ വൺ. ചന്ദ്രിക. ചാക്കോ, പ്രൊസീഡ്. ഈ ചന്ദ്രികയും നിങ്ങളുടെ കടയിൽ വരാറുണ്ടോ? ഇല്ല, ഓൾക്കുള്ള പരിപ്പുവട ഓൻ പൊതിഞ്ഞുണ്ടോ? പരിപ്പ് വട നിന്നാണ് രമണൻ മരിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ടല്ലോ. എങ്ങനെ 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 ഇതൊന്നുകൂടി പറഞ്ഞ എന്റെ കോടൽമാലെടുത്ത് നമ്മൾ പട്ടം പറത്തും. സാറേ, ഈ ബലാലിനോട് മുണ്ടാണ്ടിരിക്കാൻ പറഞ്ഞോളി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരിപ്പുവടയുടെ അംശം കണ്ടിരുന്നു. അത് പോസ്റ്റ്മോർട്ടം നടത്തിയൊരു തിന്നേന്റെ ബാക്കിയാവും. എനിക്ക് കേക്കണ്ടങ്ങളെ പോസ്റ്റ്മോർട്ടം തട്ടിപ്പ് അല്ല. ഞമ്മളൊന്ന് ചോദിക്കട്ടെ, കോട്ടയത്തെ ആ സിസ്റ്ററിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോ നിങ്ങൾ ആദ്യം എന്താ എഴുതിയത്? സൈമണെ കണ്ടുന്ന്. പിന്നെ നിങ്ങൾ തിരുത്തി അതിന്റെ ഇടയിൽ കുത്തിക്കയറ്റി സൈമണെ കണ്ടില്ല എന്ന്. ഇതൊക്കെയല്ലേ ഇപ്പൊ നിങ്ങളെ പരിപാടി? സൈമൺ? ഓ, കോൺവെന്റിലെ വാച്ചുമാരോ? എടേ, സൈമൻ അല്ല, സൈമൻ അല്ല, സെമൻ. സോമനോ സുകുമാരനോ ഞമ്മക്കറിയില്ല. പക്ഷെങ്കില് നിങ്ങൾ തിരുത്തിയോ? ആ കേസ് ആദ്യം അന്വേഷിച്ചത് സാധാ പോലീസ്, പിന്നെ ക്രൈംബ്രാഞ്ച്. പക്ഷേ വി ആർ ഫ്രം CBI. CBI എന്ന് വെച്ചാൽ തനിക്ക് എന്തോ മനസ്സിലായി. സെൻട്രൽ ബാങ്ക് ഓഫ് ഇഡിയറ്റ്. സോറി, ഇൻവെസ്റ്റിഗേഷൻ. വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്? അപ്പോ ഈ ചന്ദ്രികയുടെ അച്ഛനും രമണനുമായുള്ള ബന്ധം? അതാ അങ്ങനെ വിവരമുള്ള ചോദ്യം ചോദിക്കി. നിങ്ങൾ മുടുക്കനാണിട്ടാ. ഇപ്പൊ കുടിച്ചാണ് മക്കളെ കഞ്ഞി. ആ ചോയ്ക്കി ചോയ്ക്കി ചോയ്ക്കി. ചന്ദ്രികയും രമണനുമായുള്ള ബന്ധം ചന്ദ്രികയുടെ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ശരിയല്ലേ? എങ്ങനെ ഇഷ്ടപ്പെടാനാ സാറേ? ഓള് കൊമ്പത്ത പമ്പത്തിയല്ലേ. ഓനാണെങ്കി ആടിനെയും തെളിച്ച് കിടക്കണ ഒരു പാവം ചക്കൻ. പക്ഷെങ്കിൽ ഓള് ഓനെ മയക്കെടുത്തെന്നാ നാട്ടുകാര് പറയണത്. അപ്പോ അവർ തമ്മിൽ ആൽത്തറയ്ക്കൽ വെച്ച് വഴക്കു കൂടിയതായി നിങ്ങൾ മൊഴി കൊടുത്തിരുന്നില്ലേ? നമ്മള് ചന്തയിൽ പോയി സാമാനം മേങ്ങി വരുമ്പോ ഇപ്പറഞ്ഞ ചന്ദ്രീന്റെ അച്ഛൻ കൈമൽ ഒരു കത്തിയും പിടിച്ച് ഇതാ ഇച്ചേൽക്ക് ഓന്റെ കായത്തിന് പിടിച്ച് കുത്തിയില്ല എന്ന ഏൽക്ക്. അത് കണ്ടപ്പോ പടച്ചാനാണെ ഞമ്മക്ക് സഹിച്ചില്ല. ആദ്യം ഞമ്മള് മര്യാദക്കൊന്ന് പറഞ്ഞു നോക്കി വിടറാ. ഓൻ കേട്ടില്ല. ഞമ്മൾ ഒന്നുകൂടി പറഞ്ഞു നോക്കി. എവിടെ? ഒടുവില് ഞമ്മള് കോയിനിയും കൊട്ടയൊക്കെ താഴെ വെച്ച് മുണ്ടും മടക്കി കുത്തി അരിന്ന് മലപ്പുറം കത്തി ഊരി ഓളെ തന്തനോട് പറഞ്ഞ് വിടറാ മോനെ, അല്ലെങ്കിൽ എന്റെ പള്ളക്ക് നമ്മള് കത്തി വെച്ചു. അയ്യോ പേടിച്ച്. പിന്നീട് അവർ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞമ്മക്കത് നോക്കിയെടുക്കല്ലേ പണി. നിങ്ങൾ ഈ ബളുപ്പ് ചോദ്യം ഒന്ന് നിർത്തുവോ? എടാ, ഈ രമണൻ നല്ലൊരു ഗായകനായിരുന്നല്ലേടേ? അല്ല മോനെ, എന്ത് ചേൽക്ക് പാടുന്നറിയോ? ഓന്റെ പാട്ടിലല്ലേ ഓള് വീണത്. രമണൻ പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളും കേട്ടിക്കണ്. നല്ല മൊഞ്ചുള്ള പാട്ടാണ്. ഇജ്ജുമിണ്ടരുത്. കേട്ടിക്കണ്, നമ്മൾ ഇഷ്ടംപോലെ കേട്ടിക്കണ്. എന്തേ നിങ്ങൾക്ക് ഇപ്പൊ കേക്കണ? എന്നാ പിടിച്ചോളി. കാനന ചായയിലടു
മേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ആകാൻ എന്ന ചായയിലടു മേക്കാൻ. യെസ് മിസ്റ്റർ സുലൈമാൻ, യു ആർ അണ്ടർ അറസ്റ്റ്. IPC 303 ചന്ദ്രികയുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതിന്. സെക്ഷൻ 302 IPC പരിപ്പുവടയിൽ വിഷം കലർത്തിയതിന്. നില്ല് NH-47 തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതിന്. സെക്ഷൻ 1 2 3 4 5 ടെസ്റ്റിംഗ് ബൈ ടെക്സ്റ്റിംഗ്. ഹലോ. സെക്ഷൻ 469 തൊണ്ടി മുതലായ ഓടക്കുഴൽ കത്തിച്ച് ചായ ഉണ്ടാക്കിയതിന്. ചാക്കോ, ടേക്ക് ഹിം നൗ. അല്ലാ, മാറി നിൽക്കണടാ. നമ്മളൊരു ഈച്ച തൊട്ടു പോകരുത്. അല്ലാ, ഇത്രയും വലിയ നിസ്കാരത്തൈമ്പോൾ ഒരു മത്സരങ്ങളും മകളിൽ കണ്ടക്കണ ഇല്ല, ഉണ്ടാവൂല. ആ നമ്മളെ ആണെങ്കിൽ കൊലപ്പുള്ളിയാക്കണേ. അറിയാം സുലൈമാൻ, നീ ഈ നാട്ടിലെ കൊടികുത്തിയ പോക്രിയാണെന്നറിയാം. ഈ ചായക്കടയിൽ വന്ന് പരിപ്പോടെയും ചായയും കൂടി ചേമ്പക്കവും വിട്ടുപോകുന്ന സാധാ പോലീസുകാരനെ മാത്രമേ നിനക്കറിയൂ. ബട്ട് ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. ഐ എം IG വേദനായകം ഫ്രം IB ഡൽഹി, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ചാക്കോ, വിക്രം, ടേക്ക് ഹിം.